അശോക യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസർ അലിഖാൻ മഹ്മൂദാബാദ് മെയ് 8 തന്റെ ഫേസ്ബുക്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു. അത് BJP-ക്കാരെയും വലതുപക്ഷ ചിന്താഗതിക്കാരെയും പ്രകോപിതരാക്കുന്നു. പരിണിതഫലമായി പ്രൊഫസർ അലിഖാനെതിരെ ഹരിയാനയിലെ യുവമോർച്ച യൂണിറ്റ് ജനറൽ സെക്രട്ടറി യോഗേഷ് ചതേരിയും സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേണു ഭാട്ടിയയും പരാതി നൽകുന്നു. മെയ് 18 പുലർച്ചെ 6:30 ഡൽഹിയിലെ വസതിയിലെത്തി ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. 15 പേരടങ്ങുന്ന സംഘമാണ് അലിഖാന്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. വിഷയത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. എന്നാൽ കേസ് റദ്ദാക്കണമെന്ന അലിഖാന്റെ ആവശ്യം തള്ളിയ കോടതി അന്വേഷിക്കാൻ ഹരിയാനയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനാണ് നിർദ്ദേശിച്ചത്. ഇത്രയും കോലാഹലമുണ്ടാകാൻ മാത്രം എന്തായിരുന്നു അലിഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്? അത് രാജ്യദ്രോഹപരമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഹിന്ദുത്വവാദികളെ വിറളി പിടിപ്പിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത പ്രകാരം സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് വിരുദ്ധമായ പ്രവൃത്തികൾ, ഐക്യത്തിന് കോട്ടം വരുത്തുന്ന പ്രസ്താവനകൾ, പരമാധികാരത്തെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ, സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കുകൾ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രൊഫസർക്കെതിരെ കേസെടുത്തത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. 2 ദിവസം തുടർച്ചയായി നിന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ യുദ്ധത്തിലേക്കാണോ പോകുന്നതെന്ന ആശങ്കയും നമ്മിൽ ഉണ്ടാക്കാതിരുന്നില്ല. ആ ആശങ്കയെ തന്നെയായിരുന്നു അലിഖാനും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ടും ഇന്ത്യയുടെ സൈനിക നടപടിയെ പിന്തുണച്ചുകൊണ്ടുമുള്ള അലിഖാന്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഭീകരരെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യത്തിനും മറുപടി കിട്ടുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഇന്ത്യയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചെയ്തത്. എന്നാൽ ഇരുഭാഗത്തുമുള്ള പൗരരുടെ ജീവൻ ഇതിലൂടെ ദുരന്തപൂർണമാകുന്നു. അതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കണമെന്ന് പറയുന്നത്. യുദ്ധത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരാരും തന്നെ യുദ്ധബാധിത പ്രദേശം സന്ദർശിക്കുകയോ അവിടെ ജീവിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സിവിൽ മോക്ഡ്രിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ആരും ഇവിടെ സൈനികനായി മാറുന്നുമില്ല. സംഘർഷത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന ഈ പറയുന്നവർക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. യുദ്ധം ക്രൂരമാണ്. യുദ്ധം എപ്പോഴും നേട്ടമുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർക്കും ഡിഫൻസ് കമ്പനികൾക്കുമാണ്. കാരണം യുദ്ധം ഒഴിവാക്കാനാകാത്തതാവുന്നത് രാഷ്ട്രീയത്തിന്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് ഹിംസയിലാണ് എന്നതുകൊണ്ടാണ്. 2 വനിതാ സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചെന്നത് പ്രധാനം തന്നെയാണ്. എന്നാൽ അത് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ലെങ്കിൽ കാപട്യമായി മാറും. കേണൽ സോഫിയ ഖുറേഷിയെ വലതുപക്ഷ കമന്റേറ്റേഴ്സ് പ്രശംസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഈ വലതുപക്ഷ ചിന്താഗതിക്കാർക്ക് ഇതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയാകുന്നവരെയും ബുൾഡോസർ രാജിന് വിധേയരാകുന്നവരെയും BJP-യുടെ വിദ്വേഷ പ്രചരണങ്ങളിൽ ഇരകളാകുന്നവരെയും ഇന്ത്യൻ പൗരരായി കണ്ട് സംരക്ഷിക്കാൻ സാധിച്ചേക്കും. കേന്ദ്ര സർക്കാർ പുറത്തു കാണിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും അടിത്തട്ടിൽ രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം വേറെയാണ്. അതേസമയം ആ വാർത്താ സമ്മേളനം കാണിക്കുന്നത് നാനാത്വങ്ങളിൽ ഐക്യം പ്രകടമാക്കുന്ന ഇന്ത്യ എന്ന ആശയം ഇന്നും മരിച്ചിട്ടില്ലെന്നാണ്. അലിഖാന്റെ ഈ പോസ്റ്റ് അധികം വൈകാതെ ഹിന്ദുത്വ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റെടുത്തു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യദ്രോഹപരമാണെന്ന് ആരോപിക്കപ്പെട്ടു. ഇതിന്റെ തുടർച്ചയായാണ് യുവമോർച്ച നേതാവിന്റെ പരാതിയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്നത്. കേണൽ സോഫിയ ഖുറേഷിയെ കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത് എന്നാണ് പ്രൊഫസർ അലിഖാൻ പറയുന്നതായി FIR-ൽ ആരോപിക്കുന്നത്. സർക്കാർ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും അവരുടെ മതത്തിനുമെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിലെ സംഘർഷം ഇരു രാജ്യങ്ങളിലെയും ചില സൈനിക ഉദ്യോഗസ്ഥർ കാരണമാണ് ഉണ്ടായതെന്നും അലിഖാൻ പറഞ്ഞതായി FIR-ൽ ആരോപിക്കുന്നു. രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്രമാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് അലിഖാന്റെ അറസ്റ്റ്. ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോഴും സുപ്രീം കോടതി അലിഖാനോട് ചോദിച്ചത് നിങ്ങൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണോ എന്നാണ്. വിവാദവുമായി ബന്ധപ്പെട്ട് ഇനി ഫേസ്ബുക്കിലൊന്നും കുറിക്കരുതെന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. അലിഖാൻ തന്റെ കുറിപ്പിൽ ഉപയോഗിച്ച വാക്കുകൾ ആളുകളെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും കളിയാക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കാനും വേണ്ടിയുള്ളതാണോ എന്നും സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അലിഖാന് കേസിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം. അതിന് തെളിവാണ് ദേശീയ വനിതാ കമ്മീഷൻ അലിഖാനെതിരെ സ്വമേധയാ എടുത്ത കേസ്.